ശേഷിച്ചു. ആർക്കും ഒരു ശത്രുവുമില്ലെങ്കിൽ കൊല്ലുന്നതെന്തിനാണ്? പക്ഷേ ജനങ്ങൾ മനസ്സിന്റെ ചാബല്യങ്ങളെ കൊന്നു. അവരുടെ തന്നെ നീചപ്രകൃതികളുടെ മേൽ വിജയം നേടി. നഗരത്തിലും പരിസരങ്ങളിലും ആകർഷകത്വമുള്ള കിണറുകൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവയുണ്ടായിരുന്നു. എന്തൊരു ശുദ്ധശീതളമായ ജലം! എത്ര സുന്ദരമായ കാവ്യങ്ങൾ! അവയുടെ വിശിഷ്ടമായ ചിതാകർഷകത്വം മഹർഷിമാരിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നുപോലും അഭിനന്ദനം പിടിച്ചുപറ്റി. തങ്ങൾ ഇത്രയും ആകൃഷ്ടരായിപ്പോയതിനാൽ അവർ തന്നെത്താൻ കുറ്റപ്പെടുത്തി. കുളങ്ങളിലും തടാകങ്ങളിലും വിവിധ വർണ്ണങ്ങളിലുള്ള താമരകൾ ജലോപരി വികസിച്ചു. അവയുടെ തടങ്ങളിൽ നിബിഡമായി വളർന്നിരുന്ന വൃക്ഷങ്ങളിൽ നിന്ന് പക്ഷികൾ പാടി. തത്തകളും മയിലുകളും മരക്കൊമ്പുകളിൽ കൂട്ടം കൂട്ടമായിരുന്ന് സന്തോഷിച്ചു. സ്വർഗ്ഗത്തേക്കാൾ സുന്ദരമായിരുന്നു ആ നഗരം. അതിന്റെ അതുല്യമായ അവസ്ഥ കണ്ട് ജനങ്ങൾ അത്ഭുതസ്തബ്ധരായി. എല്ലാ രംഗങ്ങളിലും ക്ഷേമം പ്രദാനം ചെയ്യുന്ന രാമനെ ദർശിക്കാനായി ഒരു ദിവസം വസിഷ്ഠൻ രാജധാനിയിലേക്ക് ചെന്നു. രാമൻ പാരമ്പര്യമായ രീതിയിൽ അർഘ്യപാദ്യാദികൾ നൽകി മഹർഷിയെ സ്വീകരിച്ചു. കുപ്പിയ കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, "അല്ലയോ കരുണാസാഗരമേ, എനിക്കൊരപേക്ഷയുണ്ട്. മനുഷ്യനെന്ന നാടകം അങ്ങ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആഹ്ലാദപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുലയ സംശയത്തിൽപ്പെട്ട് വലഞ്ഞിരിക്കുന്നു. അതിരറ്റ ശക്തിയാണ് അങ്ങേക്കുള്ളത്. വേദങ്ങൾ പോലും അങ്ങയുടെ പ്രകൃതി പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല. പ്രഭോ, ഞാൻ എങ്ങനെ അങ്ങയെ വർണ്ണിക്കും? എങ്ങനെ വ്യാഖ്യാനിക്കും? കുലഗുരുവെന്നോ പുരോഹിതൻ എന്നോ പറഞ്ഞാൽ അത് തരം താഴ്ത്തുന്നത് പോലെയാകും. പുരോഹിത്യം ആധ്യാത്മികമായി താനപദവിയിലുള്ളതാണെന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും പ്രഖ്യാപിക്കുന്നു. തന്റെ യജമാനന്റെ കുടുംബത്തിൽ അശുഭവും ശുഭവുമായ എന്താഘോഷമുണ്ടായാലും അദ്ദേഹം ഹാജരായി ജോലി ചെയ്യണം. അതുവഴി മനസ്മലിനമാകുന്നു. ആദ്യം ഈ ജോലി ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ബ്രഹ്മാവ് എന്നെ കണ്ട് എന്റെ സ്ഥിതി മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, "മകനേ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് നീ അറിയുന്നില്ല. തടസ്സം പറയാതെ ആ ജോലി സ്വീകരിച്ചോളൂ. പിന്നീട് നിനക്ക് ലഭിച്ച നേട്ടങ്ങളുണ്ടാവും. പരബ്രഹ്മം രഘുവംശത്തിൽ അവതരിക്കും." ഇത് കേട്ട് ഞാൻ ഈ ഉദ്യോഗം സ്വീകരിച്ചു. അങ്ങനെ രഘുവംശത്തിന്റെ കുലഗുരുവായിത്തീർന്നു. ആ തീരുമാനത്തിന്റെ ഫലമായി ഞാനിപ്പോൾ ആ പരമതത്വം പ്രാപിച്ചിരിക്കുന്നു. അസംഖ്യം വർഷങ്ങളിലെ ജപം, തപസ്, ധ്യാനം, യോഗം, അവയൊക്കെ പുറമെ അനേകം യജ്ഞങ്ങളും യാഗങ്ങളും ഇവയെല്ലാം ചെയ്താലേ ഈ പദവി ലഭിക്കുകയുള്ളൂ. ഇവയിൽ ഏർപ്പെട്ടാലുണ്ടാവാവുന്ന കഷ്ടപ്പാടുകൾക്കൊന്നും ഇരയാകാതെ തന്നെ എനിക്കിത് സാധിച്ചിരിക്കുന്നു. ആ സൽക്കർമ്മങ്ങളെല്ലാം അങ്ങനെ നേടുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ഞാൻ അതല്ലാത്തതിനെ അങ്ങനെ നേടിയിരിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്തതല്ലാത്ത മറ്റേതൊരു നല്ല ഉദ്യോഗമാണെനിക്കിനി സ്വീകരിക്കാനുള്ളത്? മഹാപ്രഭോ, ജപം, തപസ്, യജ്ഞങ്ങൾ, യാഗങ്ങൾ, വ്രതങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാന നിയമങ്ങൾ ഇവയെല്ലാം വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടും ജീവികളോട് കരുണാർദ്രത കാണിക്കുന്നതുകൊണ്ടും അങ്ങയുടെ സാന്നിധ്യവും കരുണയും നേടാം. സ്വാമി, ഞാനൊരു വരത്തിനപേക്ഷിക്കുകയാണ്. അങ്ങയുടെ അപാരമായ കരുണയിൽ എനിക്കത് അരുളണമേ. അങ്ങയുടെ ദയാമയമായ കടാക്ഷം വഴി എന്നിൽ കാരുണ്യം വർഷിക്കട്ടെ. എനിക്കിനിയും എത്ര ജന്മങ്ങളെടുക്കേണ്ടി വന്നാലും അങ്ങയോടുള്ള എന്റെ ഭക്തി കുറയാതിരിക്കട്ടെ. ഞാൻ അപേക്ഷിക്കുന്ന വരം ഇതാണ്. പിന്നീട് രാമന്റെ അനുമതി വാങ്ങി വസിഷ്ഠൻ തന്റെ വസതിയിലേക്ക് മടങ്ങി. തങ്ങളുടെ രാജാവായ രാമന്റെ പവിത്രവും മോഹനവുമായ കഥ പാടിക്കൊണ്ട് പ്രജകൾ സമയം കഴിച്ചു. ഒരാൾ യോഗത്തിൽ വിജയം നേടിയിട്ടുണ്ടാവാം. വളരെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. എന്നാലും ഹൃദയത്തിൽ പ്രേമമില്ലെങ്കിൽ ആ ആൾക്ക് രാമദർശനം ലഭിക്കാൻ സാധ്യമല്ല. ജ്ഞാനി, തപസ്വി, ധീരൻ, കവി, വിദ്വാൻ, സംസ്കാരസമ്പന്നൻ ഇവരിലാർക്കും തന്നെ രാമന്റെ സാമ്രാജ്യത്തിൽ ലോഭം മൂലമുള്ള പീഡയുണ്ടായിരുന്നില്ല. സമ്പൽ സമൃദ്ധിയുടെ മതം കൊണ്ടുള്ള പ്രേരണയാൽ ഒരാളും തെറ്റിലേക്ക് വഴുതിപ്പോയില്ല. അധികാരത്തിന്റെ ലഹരി ആരെയും ബധിരനാക്കിയില്ല. യൗവനത്തിന്റെ ജരം ബാധിച്ച ചെറുപ്പക്കാർ എവിടെ? സ്വാർത്ഥത്തിന്റെ കർമ്മബലിക്കു വഴങ്ങിയത വഴി യശസ്സു നഷ്ടപ്പെട്ട മനുഷ്യരെ എവിടെ കാണാനാവും? ശത്രുതത്താൽ കളങ്കപ്പെട്ട ആളെവിടെ? ദുഃഖത്തിന്റെ തളർവാദം പിടിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യൻ എവിടെ? ഉത്കണ്ഠയെന്ന സർപ്പത്തിന്റെ ദംശനമേറ്റ മനുഷ്യൻ എവിടെയാണുള്ളത്? എല്ലാവർക്കും പഠിക്കാനുള്ള മാതൃകയായി രാമൻ തന്നെ ഇവർക്കുമേലെയും ഇവർക്കപ്പുറവും സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ആരും തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല. രാമൻ ആത്മസ്വരൂപനാണ്, ഈശ്വരൻ തന്നെയാണ്. മായയുടെ മഹാപരാക്രമികളായ സൈന്യങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്. വികാരങ്ങൾ, കാമം, ലോഭം തുടങ്ങിയവരാണ് ഭടന്മാർ. മതം, അവിശ്വാസം മുതലായവരാണ് സൈന്യനായകന്മാർ. എന്നാൽ ഇതേ മായ രഘുനാഥനായ രാമന്റെ അടിമയാണ്. അവൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് രാമന്റെ കരുണ ലഭിച്ചിട്ടില്ലെങ്കിൽ അവളുടെ പിടിയിൽ നിന്നും അസ്വതന്ത്രതയിൽ നിന്നും രക്ഷപ്പെടാനാവുകയില്ല.
അവിടുത്തെ കൺകോണിൽ നിന്നും ഒഴുകുന്ന കരുണയ്ക്കു മാത്രമേ നിങ്ങളെ മായയുടെ പിടിയിൽ നിന്നും വിമോചിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ചരങ്ങളും അചരങ്ങളും എല്ലാം മായയുടെ അധീനത്തിലാണ്. അവളുടെ പിടിയിൽ നിന്നും ആർക്കും സ്വതന്ത്രനാവാൻ സാധിക്കുകയില്ല. വിദഗ്ധ നർത്തകിയെപ്പോലെ അവൾ പ്രഭുവിന്റെ ലൗകിക പ്രഭാവത്തെ അനുകരിക്കുന്നു. കാമം, ലോഭം തുടങ്ങിയ സഹനടികളുമൊത്താണ് അവൾ തന്റെ ഭാഗം അഭിനയിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപവും സമുദ്രത്തിന്റെയും ആകാശത്തിന്റെയും പ്രത്യേകവർണ്ണമായ അഗാധ നീലിമയുടെ മൂർത്തിമദ്ഭാവവും ജന്മരഹിതമായ പ്രതിഭാസവും പരമാത്മാവുതന്നെയുമായ രാമനിൽ മായയുടെ യാതൊരു ലക്ഷണവുമില്ല. അയോധ്യാനഗരിയിൽ ഓരോ ദിവസവും ഓരോ പുതിയ ഉത്സവമായിരുന്നു. ഓരോ ഉത്സവവും പുതിയ ചില സവിശേഷതകളുള്ള കലാപരിപാടികളോടുകൂടിയതായിരിക്കും. ഓരോ ദിവസവും രാമൻ ധാരാളം ധനം ദാനം ചെയ്തു. ആരും ആരെയും കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ ചെയ്യരുതെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അപവിത്രമായ ഒരു വാക്കും ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു. ഓരോ വീട്ടിലും ദിവസം വേദപാരായണവും പുരാണപാരായണവും നടന്നിരുന്നു. സമുദായങ്ങളെല്ലാം തുല്യമായിത്തന്നെ ജനങ്ങൾ കരുതി. ഓരോ സമുദായവും പരമ്പരാഗതമായ തൊഴിൽ ചെയ്തുകൊണ്ടുപോന്നു. നിലവിലുണ്ടായിരുന്ന ചട്ടങ്ങൾ ആദരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രജകളുടെ നേരെ രാമന്റെ ഹൃദയത്തിൽ കരുണാർദ്രതയും വാത്സല്യവും ക്ഷണത്തിൽ വർദ്ധിച്ചുവന്നു. രാമരാജ്യത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭക്തിയോടും അർപ്പണഭാവത്തോടും കൂടി ശുശ്രൂഷിക്കുന്നത് കണ്ട് ദേവന്മാർ മനുഷ്യരെപ്പറ്റി അസൂയാലുക്കളായി. അത്തരം സേവനവും ശുശ്രൂഷയും അർഹിക്കുന്നവരായി ഭർത്താക്കന്മാരും പ്രശോഭിച്ചു. വിവാഹം ചെയ്ത സ്ത്രീയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊടിയാൻ ആരും സമ്മതിച്ചില്ല. താൻ മറ്റൊരാളുടെ ശരീരാർത്ഥമാണെന്ന് ഭർത്താവിനും ഭാര്യയ്ക്കും ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നായിത്തന്നെ കരുതി പെരുമാറി. ഓരോരുത്തരുടെയും ഉത്തമ താൽപര്യങ്ങൾ മനസ്സിലാക്കി അവ നിർവഹണത്തിനുവേണ്ടി ശ്രമിച്ചു. രാമന്റെ കാലത്ത് ഏതു പരിപാലികമാരും മാതാപിതാക്കന്മാരുടെയും ഗുരുഭൂതന്മാരുടെയും ആജ്ഞകളും നിർദ്ദേശങ്ങളും ആദരിച്ചിരുന്നു. ഓരോരുത്തരും സ്വർഗാധിപനായ ദേവേന്ദ്രനെപ്പോലെ സന്തുഷ്ടരായിരുന്നു. ധനാധിപനായ കുബേരന്റെ നാട്ടിലെപ്പോലെ ധനവും ധാന്യവും ഓരോ വീട്ടിലും സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ശരൽക്കാലചന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്ന പോലെ ചകോരങ്ങൾ സന്തോഷിച്ചിരുന്നു. സ്വന്തം വസതികളിലെ വാതിലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ രാമനെ വീക്ഷിച്ച് സന്തുഷ്ടരായി. ശ്രീരാമന്റെ ദിവ്യമായ സൗന്ദര്യം മിഴികളിൽ നിറച്ച ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും മനസ്സിൽ അനുവരം ഹർഷമുണ്ടായി. രാമൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകം മുഴുവൻ പ്രകാശപൂർണമായിരുന്നു. പാപത്തിന്റെ അടയാളമോ പ്രസ്താവം പോലുമോ ഉണ്ടായിരുന്നില്ല. സന്യാസിമാർക്കും തപസ്സികൾക്കും ഘോരവളികളിൽ കൂടിപ്പോലും നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. ദിവസം കഴിയുന്തോറും രാജാവിനും പ്രജകൾക്കും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ദാർഢ്യം കൂടിക്കൂടി വന്നു. പ്രേമകൊണ്ടും പ്രകാശം കൊണ്ടും ഭൂമി തിളങ്ങി. കാടുകൾ അവിഛിന്നമായ ഹരിതവർണ്ണത്തിൽ മിന്നിയും മങ്ങിയും ശോഭിച്ചു. പക്ഷികളും മൃഗങ്ങളും പരസ്പരമുള്ള സഹജമായ വിദ്വേഷം മറന്നുകഴിഞ്ഞിരുന്നു. വിദ്വേഷത്തിന്റെ കണിക പോലും ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല. അതിന്റെ അസ്തിത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രഹസ്യസംഭാഷണം പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ദൃഢമായ സൗഹൃദത്താൽ സർവരും ബന്ധിക്കപ്പെട്ടിരുന്നു. രാമന്റെ വൈശിഷ്ട്യങ്ങളെയും നേട്ടങ്ങളെയും വർണ്ണിക്കുന്നതിൽ ഓരോ വ്യക്തിയും വലിയ ഉത്സാഹം പ്രകടിപ്പിച്ചു. ഒരു ദിവസം രാമൻ ആസ്ഥാനമണ്ഡപത്തിലെ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. സഹോദരന്മാരും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ വളരെ അമിതമായി ദുഃഖാകുലനായ ഒരു ബ്രാഹ്മണൻ സഭാതലത്തിൽ കടന്നുവന്നു. അദ്ദേഹം വളരെയേറെ പരുഷവാക്കുകൾ ഉപയോഗിച്ചു. തനിക്കേറ്റ കഷ്ടം പരിഹരിക്കുന്നതിനായി സക്രോധം അഭ്യർത്ഥിച്ചു. മഹാകഷ്ടം! അദ്ദേഹം വിലപിച്ചു. സൂര്യവംശത്തിന്റെ യശസ്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ശിബി, രഘു, ദിലീപൻ, സാഗരൻ എന്നീ മഹാത്താരായ രാജാക്കന്മാരുടെ പ്രഭാവം ഞാൻ സ്മരിക്കുന്നു. കാരണം ആ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത്തരം അനീതികൾ നടക്കുമായിരുന്നില്ല. അച്ഛൻ ജീവിച്ചിരിക്കെ ഒരു പുത്രൻ അകാലചരമം പ്രാപിക്കുമോ? ഭരണകർത്താവ് വിശിഷ്ടനാണെങ്കിൽ അത്തരം ദുരിതം സംഭവിക്കുമോ? എന്നാൽ ഇന്ന് അത് സംഭവിക്കുന്നതായി ഞാൻ കണ്ടു. സർവ്വവ്യാപിയായ രാമൻ എന്താണ് സംഭവിച്ചതെന്നറിയാമായിരുന്നു. ബ്രാഹ്മണൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവിടത്തേക്ക് ശോഭമുണ്ടായി. അവിടന്ന് അതിന്റെ കാരണത്തെപ്പറ്റി ഉള്ളിൽ ചുഴിഞ്ഞ് ആലോചിച്ചു. ഭരണപരമായ യാതൊരു തെറ്റിന്റെയും ഫലമായി സംഭവിച്ചതല്ല അതെന്ന് അവിടത്തേക്ക് ഉറപ്പായി. അത് ദുഷ്ടചിന്തകളുടെ ഫലമായിട്ടുണ്ടായതാണെന്ന് അവിടുന്നറിഞ്ഞു. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉദിക്കുന്നത് തടയാനുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പുറപ്പെടുവിക്കാൻ തുടങ്ങി. അത്തരം നിസ്സാരങ്ങളായ സംഗതികളിൽ പോലും രാമൻ അത്യന്തം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അവ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും അവിടുന്നെടുത്തു. അവിടുന്ന് തന്നെ സംബന്ധിച്ചുള്ള എല്ലാ താൽപ്പര്യങ്ങളെയും മാറ്റിവെച്ച് പ്രജകളുടെ സുഖം എന്ന മഹത്തായ ലക്ഷ്യം സാധിക്കുന്നതിനായി നിരന്തരം പ്രയത്നിച്ചു. തന്റെ സ്വന്തം ശരീരമെന്ന പോലെ അദ്ദേഹം പ്രജകളെ കരുതി ശ്രദ്ധിച്ചു. ജനങ്ങളും രാജാവിന്റെ സ്നേഹത്തെയും സുഖത്തെയും വളരെ വിലവെച്ചു. അവർക്ക് അവിടുന്ന് സ്വന്തം ഹൃദയം പോലെ പ്രിയപ്പെട്ടവനായിരുന്നു. രാജാവ് ഒരിക്കലും പ്രജാഹിതത്തിന് എതിരായി പ്രവർത്തിച്ചിരുന്നില്ല.
അവരും അവിടത്തെ ആജ്ഞകൾക്ക് ഒരണുപോലും എതിരായിരുന്നില്ല. അന്നത്തെ രാമരാജ്യം വളരെ വർഷങ്ങളോളം ഉജ്ജ്വല ശോഭയോടെ നിലനിന്നു. ഭഗവാൻ നാരായണൻ തന്നെയായിരുന്നു രാമൻ. അതുകൊണ്ട് അവിടത്തെ ഭരണം ഭൂമിയുടെ പ്രഭാവവും ചരിത്രമഹിമയും വർദ്ധിപ്പിക്കുകയുണ്ടായി. കാരണം സത്യവും ധർമ്മവുമാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യസമുദായത്തിന്റെ ത്രാതാക്കൾ. സീതാപരിത്യാഗം. ദൂതന്മാർ സാമ്രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കൂടി സഞ്ചരിച്ച് ശേഖരിക്കുന്ന വിവരങ്ങൾ രാജാവിനെ അറിയിക്കുന്ന പതിവ് അന്നും ഉണ്ടായിരുന്നു. തന്റെ മുൻഗാമികളായ രാജാക്കന്മാർ ചെയ്തിരുന്നതുപോലെ രാമനും ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം തന്റെ ജോലി നിർവഹിച്ചെത്തിയ ഒരു ദൂതൻ സാധാരണയല്ലാത്ത സങ്കോചത്തോടുകൂടി രാമനെ സമീപിച്ചു. അവൻ അവിടുത്തെ മുമ്പിൽ നമസ്കരിച്ച് എഴുന്നേറ്റ് നിശബ്ദനായി വിറച്ചുകൊണ്ടൊരു ഭാഗത്തു നിന്നു. മഹാരാജാവേ, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും ഈ വിവരം ഇവിടെ അറിയിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഒരു അലക്കുകാരൻ അയാളുടെ ഭാര്യയുമായി കലഹിക്കുകയായിരുന്നു. അവൻ അവളെ ശാസിക്കുന്നത് ഞാൻ കേട്ടു. നീ ലജ്ജയില്ലാത്തവളാണ്. നീ എന്നെ രാമനെന്ന് കരുതിയോ? പോ, എന്റെ വീട്ടിൽ നിന്ന് എനിക്കെങ്ങനെ നിന്നെ കൈക്കൊള്ളാൻ കഴിയും? നീ അന്യന്റെ വീട്ടിൽ ദീർഘസമയം കഴിച്ചുകൂട്ടിയതല്ലേ? ഇവിടെ നിന്നു പോ. ഈ വാക്കുകൾ അസ്ത്രം പോലെ രാമന്റെ ഹൃദയത്തിൽ തറച്ചു. അന്നത്ര രാത്രി അവിടുത്തേക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മധ്യരാത്രിയായപ്പോൾ അവിടുന്ന് കിടക്കയിൽ നിന്നെഴുന്നേറ്റ് ചിന്തിച്ചു. ഞാനീ രാജ്യം ഭരിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു യുഗം തികഞ്ഞു. കുറേ കൊല്ലങ്ങൾ കൂടി എനിക്ക് തുടർന്നു പോകേണ്ടതുണ്ട്. അനന്തരം വിഷാദമയമായ മനോരാജ്യത്തിൽ മുഴുകി ആ കരുണാവാരീധി ഇങ്ങനെ ചിന്തിച്ചു. കഷ്ടം, എനിക്ക് സീതയെ പരിത്യജിക്കേണ്ടതുണ്ട്. എനിക്ക് വൈദികപദം മുറുകെ പിടിച്ചേ മതിയാകൂ. അവിടുന്ന് സീതയുടെ സമീപം ചെന്ന് സന്തോഷപൂർവ്വം സംസാരിച്ചു. ജാനകി, നീ ഇതുവരെ എന്നിൽ നിന്നും ഒരു വരവും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാലും ഞാൻ നിനക്കൊരു വരം തരാം. നിന്റെ പവിത്രവസതിയിലേക്ക് പോകൂ. ഉത്തരക്ഷണത്തിൽ സീതരാമന്റെ കാൽക്കൽ നമസ്കരിച്ച് തന്റെ സൂക്ഷ്മശരീരത്തിൽ വൈകുണ്ഠത്തി ലേക്ക് പോയി. ഈ വസ്തുത ആരും അറിഞ്ഞതേയില്ല. അതിൽ പിന്നെ രാമന്റെ മുമ്പിൽ നിന്നത് സ്ഥലശരീരത്തിലുള്ള സീത മാത്രമായിരുന്നു. രാമൻ മായാസീതയോട് ചോദിച്ചു, ഒരു വരത്തിന് അപേക്ഷിക്കൂ. സീത പറഞ്ഞു, സ്വാമി, എനിക്ക് മുനിമാരുടെ ആശ്രമങ്ങളിൽ കുറച്ചു ദിവസം സന്തോഷമായി കഴിയണമെന്നു ആഗ്രഹമുണ്ട്. രാമൻ പറഞ്ഞു, അങ്ങനെ വാട്ടെ. നാളെ രാവിലെ തന്നെ യാത്ര ആരംഭിക്കാം. ആശ്രമങ്ങളിലെ മുനിപത്നിമാർക്കും പുത്രന്മാർക്കും വേണ്ടി അവർ വസ്ത്രങ്ങളും പാത്രങ്ങളും ശേഖരിച്ചു കെട്ടിവെച്ചു. രാമൻ രാവിലെ തന്നെ എഴുന്നേറ്റു. സേവകരും വൈതാളികന്മാരും അവിടുത്തെ സദ്ഗുണങ്ങളെയും വൈശിഷ്ട്യങ്ങളെയും പുകഴ്ത്തിപ്പാടുന്നുണ്ടായിരുന്നു. അവിടുത്തെ മുഖകമലം വികസിച്ചു. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അവിടുത്തെ വന്ദിച്ചു പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ സഹോദരന്മാരുമായി സംഭാഷണത്തിലേർപ്പെട്ടില്ല. അവിടുന്ന് നിശബ്ദനായിരുന്നു. അവിടുത്തെ മുഖം വികാരം കൊണ്ട് അരുണമായി. ശരീരം മനക്ഷോഭത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച് ചിത്തോദ്വേഗം കൊണ്ട് ഓരോ അവയവവും വിറയാർന്നിരുന്നു. അവിടുത്തെ ദുഃഖത്തിനുള്ള കാരണമറിയാതെ 3 സഹോദരന്മാരും ഭയത്തിലും ഉത്കണ്ഠയിലും നിമഗ്നരായി. രാമന്റെ ദുഃഖം കണ്ട് അവർ നടുങ്ങിപ്പോയി. രാമനെ ശോഭിപ്പിച്ചിരുന്ന വികാരങ്ങളുടെ ആഴമളക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ തന്റെ ചിന്ത പ്രകടിപ്പിക്കാൻ രാമന് വാക്കുകൾ കിട്ടി. ദീർഘശ്വാസങ്ങൾക്കിടയിൽ അവിടുന്ന് പറഞ്ഞു, സഹോദരന്മാരെ, വിശ്വസിക്കാത്തവളായ സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോകൂ. ദേവിയെ അവിടെ വിട്ട് മടങ്ങിക്കൊള്ളൂ. ഇത് കേട്ടവർ ഞെട്ടി മരവിച്ചുപോയി. പരീക്ഷണത്തിന്റെ അഗ്നിജാലകങ്ങളിൽപ്പെട്ട് അവരുടെ ഹൃദയം പൊള്ളിയപ്പോയി. രാമൻ ഗൗരവപൂർവ്വം പറഞ്ഞതോ അല്ല തമാശ പറഞ്ഞതോ എന്ന് അവർ സംശയിച്ചു. ശത്രുഘ്നനും ഭരതനും ലക്ഷ്മണനും നിശ്ചലരായി നിന്നു. അവരുടെ നയനങ്ങളിൽ കണ്ണുനീർ നിറഞ്ഞൊഴുകി. അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അധരങ്ങൾ വിറയ്ക്കുന്നു. കൈകൾ വിറച്ചു. ഒടുവിൽ കൂപ്പുകയോടെ ശത്രുഘ്നൻ പ്രാർത്ഥിച്ചു, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നു. ജാനകി ലോകമാതാവാണ്. സർവ്വജീവരാശികളുടെയും മാതാവാണ്. അങ്ങ് സർവജ്ഞനാണ്. സച്ചിദാനന്ദസ്വരൂപമാണവിടുന്ന്. സീതയെ ഉപേക്ഷിക്കുന്നത് എന്ത് കാരണം എന്താലാണ്? ചിന്തയിലും വാക്കിലും കർമ്മത്തിലും പരമപരിശുദ്ധയാണ് ദേവി. സീതാമാതാവ് ഇപ്പോൾ ഗർഭിണിയാണ്. ഈ സമയത്ത് ഈ സ്ഥിതിയിൽ ദേവിയെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ശത്രുഘ്നൻ തുടർന്നു പറയാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ നിന്നും ഉയർന്നുവന്ന ദുഃഖം കണ്ണുനീരായും ഉച്ചത്തിലുമുള്ള വിലാപമായും പ്രവഹിച്ചു. രാമൻ പറഞ്ഞു, സഹോദരന്മാരെ, ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്റെ വാക്ക് അവഗണിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ ശ്വാസം നിലനിൽക്കില്ല. ഭ്രാതാക്കന്മാരെ, നിങ്ങൾക്ക് നല്ലതു വരട്ടെ. ഞാൻ ആജ്ഞാപിച്ച പോലെ പുലർകാലത്തു തന്നെ ജാനകിയെ കാട്ടിലേക്ക് കൊണ്ടുപോകുക. സംഭവങ്ങളുടെ ഗതിയിൽ അസന്തുഷ്ടനാണെന്ന പോലെ അവിടുന്ന് നമ്രശിരസ്കനായി നിശബ്ദനായി ഇരിപ്പുറപ്പിച്ചു. കേശാതികേശമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഭരതൻ പറഞ്ഞു, സ്വാമി, വളരെ മന്ദബുദ്ധിയാണ് ഞാൻ. എന്നാലും എന്റെ പ്രാർത്ഥന സദയം ശ്രദ്ധിക്കൂ.
നമ്മുടെ സൂര്യവംശം ലോകത്തിൽ പേരും പെരുമയും സമ്പാദിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാവ് ദശരഥൻ, അങ്ങയുടെ മാതാവ് കൗസല്യ, മുൻ ലോകങ്ങളുടെയും നാഥനായ അങ്ങ് നിങ്ങളെല്ലാം വമ്പിച്ച കീർത്തി നേടിയവരാണ്. അങ്ങയുടെ പ്രഭാവം വേദങ്ങളും 1000 നാവുള്ള ആദിശേഷനും പാടിപ്പുകഴ്ത്തുന്നു. നല്ലതിന്റെയെല്ലാം കലവറയാണ് ജാനകി. സീതാമന്ത്രം തന്നെ എല്ലാ അശുഭങ്ങളെയും നശിപ്പിക്കും. എല്ലാ നന്മകളും അത് കൈവരുത്തുകയും ചെയ്യും. പരമോന്നതമായ പവിത്രയാണവർ. അവരുടെ അനുഗ്രഹം കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ പരമലക്ഷ്യം സാധിക്കാനാവൂ. ജാനകി എങ്ങനെ അങ്ങയെവിട്ട് കാട്ടിൽ സുഖമായി വസിക്കും? അങ്ങയിൽ നിന്നും അകന്നവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുമോ? മത്സ്യത്തിന് വെള്ളത്തിലല്ലാതെ ജീവിക്കാനാവുമോ? അവർ വിജ്ഞാനത്തിന്റെ മൂർത്തിമത്താവമാണ്. എല്ലാ നന്മകളുടെയും മൂർത്തീകരണമാണ്. അവർക്ക് ഏകാന്ത ജീവിതം നയിക്കാൻ കഴിയുകയില്ല. രാമൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കൂടി കേട്ടു. എന്നിട്ട് മറുപടി പറഞ്ഞു, അല്ലയോ ഭരതാ, ധർമ്മത്തെ സംബന്ധിച്ച സാധാരണ ആശയങ്ങളുമായി പൊരുത്തമുള്ള വാക്കുകളാണ് നീ ഇവിടെ പറഞ്ഞത്. എന്നാൽ ധർമ്മത്തിന്റെ അനുശാസനങ്ങൾക്കനുസരിച്ച് രാജാവ് ധർമ്മത്തെയും ക്ഷേമത്തെയും പാലിക്കണം. തന്റെ ജനങ്ങളെ കാത്തുരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വിഷമഘട്ടത്തിനോ വിപത്തിനോ ഒന്നും കാരണമാക്കാത്തതാകുന്നു. അദ്ദേഹം ജനങ്ങളെ വർദ്ധിച്ച സ്നേഹവാത്സല്യങ്ങളോടെ രക്ഷിക്കേണ്ടതുണ്ട്. അനന്തരം അദ്ദേഹം ദൂതൻ തന്നെ അറിയിച്ച വിവരം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, നമ്മുടെ വംശത്തെ വലിയൊരു ദുഷ്കീർത്തി ബാധിച്ചിരിക്കുന്നു. അതിന്റെ പേര് കളങ്കിതമായി കഴിഞ്ഞു. ഈ രാജവംശത്തിൽ അനേകം രാജാക്കന്മാരും സാമ്രാട്ടുക്കളും ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തരും ഇതന്നാരേക്കാൾ പ്രസിദ്ധി ആർജിച്ചവരുമായിരുന്നു. അവരുടെ പരാക്രമവും പ്രതാപവും ലോകം മുഴുവൻ അറിഞ്ഞതുമാണ്. അവരെക്കാൾ സൽകീർത്തി സമ്പാദിച്ച ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ജീവത്യാഗത്തിനു പോലും സന്നദ്ധരായിരുന്നു. എന്നാൽ ഒരിക്കലും അവർ നൽകപ്പെട്ട വാക്കിനെതിരായി പ്രവർത്തിച്ചിരുന്നില്ല. നമ്മുടെ രാജവംശത്തിന് ഒരു മാലിന്യവും സംഭവിച്ചിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്യാൻ മടിക്കുന്നവൻ ഏറ്റവും നിന്ദ്യനാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. ഇതുകേട്ട് ആ സഹോദരൻ ഉച്ചത്തിൽ പറഞ്ഞു, പ്രഭോ, ജാനകിയെ മാലിന്യത്തിന്റെ ഒരു കണിക പോലും തീണ്ടിയിട്ടില്ല. അവർ അഗ്നിജ്വാലകളിൽ നിന്നും അപകടമില്ലാതെ പുറത്തുവന്നതാണ്. ദേവന്മാരോ സന്യാസിമാരോ ഉറക്കത്തിൽ പോലും അവരിൽ ഏറ്റവും ലഘുവായ കുറ്റം കൂടി ആരോപിക്കുകയില്ല. ഇതറിയാതെ ഒരാൾ അവരെ പാപിയാണെന്ന് പറഞ്ഞാൽ അവൻ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നരകയാതന അനുഭവിക്കേണ്ടിവരും. ഇതിന്റെ സാധ്യതയെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ ഭരതൻ തനിക്കുണ്ടായിരുന്ന വെറുപ്പ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ടപ്പോൾ രാമൻ പ്രകടമായി തന്നെ രോഷാകുലനായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു. ലക്ഷ്മണൻ ഇത് കണ്ട് അത് തടക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം ഭരതന്റെ പിന്നിലൊളിച്ചു. എന്നാൽ രാമൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്തു. ലക്ഷ്മണാ, ജനങ്ങൾ പറയുന്നതിന്റെ സൂചന നീ ഗ്രഹിക്കണം. ദുഃഖിതനെന്ന ബുദ്ധിശൂന്യമായ ഭാവം ഉപേക്ഷിക്കണം. എന്റെ കൽപ്പനയനുസരിക്കാതെ എന്നോട് വാദിക്കാൻ തുടങ്ങിയാൽ നീ ജീവിതാവസാനം വരെ അതിനെപ്പറ്റി പശ്ചാത്തപിക്കേണ്ടിവരും. ജാനകിയെ രഥത്തിൽ കയറ്റി കാട്ടിൽ ഗംഗാനദിയുടെ കരയിൽ മനുഷ്യവാസവുമില്ലാത്ത ഒരു സ്ഥലത്ത് ഏകകിനിയായി വിട്ടുശേഷം തിരിച്ചുവരൂ. ആ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിനിടയിൽ മരണം തന്നെ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചാൽ ആ മരണത്തിന് തന്നെ അദ്ദേഹം സന്നദ്ധനായിരിക്കും. അദ്ദേഹം യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ഭക്ഷണസാധനങ്ങളും വസ്ത്രങ്ങളുമെല്ലാം രഥത്തിൽ വച്ച് ജാനകിയെ അതിൽ കയറ്റിയ ശേഷം ഓടിച്ചുപോയി. കുറച്ചു സമയം ആശ്രമങ്ങളിൽ കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ സീതാദേവി വളരെ ഉല്ലാസവതിയായിരുന്നു. സന്തോഷം കൊണ്ടും കൃതജ്ഞത കൊണ്ടും അവരുടെ ഹൃദയം നിറഞ്ഞിരുന്നു. എന്നാൽ ലക്ഷ്മണന്റെ വിഷാദഗ്രസ്തമായ മുഖം കണ്ടപ്പോൾ അവർ ദുഃഖിതയായി. അവർ മുഖവും അധീരയുമായി. മാണിക്യക്കല്ലുപോയ പാമ്പിനെപ്പോലെ അവർ ഹൃദയത്തിനായതയിൽ വേദനിച്ചു. അവർ ഗംഗാനദിയുടെ തീരത്തെത്തി. ഭയങ്കരമായിരുന്നു ആ വനപ്രദേശമാകെ. അവർക്കും വല്ലാത്ത ഭയമുണ്ടായി. ലക്ഷ്മണൻ ഭയപ്പെടുന്നത് കണ്ട് സീതയ്ക്കു കൂടുതൽ ഭയമായി. താൻ സീതയുടെ ഭാഗം അഭിനയിക്കുകയായിരുന്നെന്നും യഥാർത്ഥ സീത അവിടെയുണ്ടായിരുന്നില്ലെന്നും അവർ തീർച്ചയായും അറിയാമായിരുന്നു. എന്നിട്ടും താൻ അഭിനയിക്കുന്ന ഭാഗം ലോകത്തിന്റെ മുമ്പിൽ വിജയകരമാക്കി തീർക്കാൻ അവർ ഭംഗിയായി ശ്രമിച്ചു. അവർ വിലപിച്ചു, അല്ലയോ ലക്ഷ്മണ, നീ എന്നെ എവിടെയാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ആശ്രമമൊന്നും കാണുന്നില്ലല്ലോ. ഈ കാട്ടിൽ വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും അലഞ്ഞു നടക്കുന്നില്ലേ? മനുഷ്യവാസത്തിന്റെ ഒരു ലക്ഷണവും ഇവിടെ കാണുന്നില്ലല്ലോ. ലക്ഷ്മണ, എനിക്ക് ഭയമാകുന്നു. സീതയുടെ വിലാപം കേട്ടപ്പോൾ ലക്ഷ്മണൻ സഹാനുഭൂതിധനനായി. അദ്ദേഹം രാമൻ പറഞ്ഞതോർത്ത് മനസ്സിൽ പറഞ്ഞു, രാമാ, ഇതെന്താണ് അങ്ങ് ചെയ്തത്? അല്പം ധൈര്യം സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം സീതയെ നോക്കി. പക്ഷേ ആ സന്ദർഭത്തിൽ മാരകമായൊരു ദാഹം അദ്ദേഹത്തിനുണ്ടായി. അതിന്റെ ഫലമായി വളരെ കഷ്ടപ്പെട്ടു. ആ സ്ഥിതിയും അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളും കണ്ട് സീതയ്ക്ക് വലിയ ഉത്കണ്ഠയുണ്ടായി.
സീതയെ അവിടെ വിട്ട് മടങ്ങിപ്പോകുവാൻ ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന് കണ്ട സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ വന്ന ലക്ഷ്മണനോട് ആകാശത്തുനിന്ന് വനദേവതമാർ സംസാരിക്കുകയും സീത സുരക്ഷിതയായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ ഏറെ ദുഃഖത്തോടെയും കുറ്റബോധത്തോടെയുമാണ് രാമന്റെ കൽപ്പനയനുസരിച്ച് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് മടങ്ങുന്നത്. തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കാൻ അദ്ദേഹം മനസ്സിനെ കഠിനമാക്കുന്നു. സീത ഭയവും നിരാശയും കൊണ്ട് ബോധരഹിതയാകുന്നു. അല്പസമയത്തിനുശേഷം ബോധം വീണ്ടെടുക്കുമ്പോൾ തന്റെ ദുഃഖം വാക്കുകളിലൂടെ അവർ പുറത്തുകൊണ്ടുവരുന്നു. ആ സമയത്ത് ഗംഗാസ്നാനം കഴിഞ്ഞ് തീർച്ചയായും ചിത്രത്തിലുള്ള ഭാഗം താഴെ നൽകുന്നു. വനദേവതമാർ ആകാശത്തിൽ നിന്ന് സംസാരിച്ചു. ലക്ഷ്മണ, ജാനകി എവിടെ വിട്ടിട്ട് തിരിച്ചുപോകൂ. ഭാഗ്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ സീത ജീവിച്ചുകൊള്ളും. അദൃശ്യശക്തിയിൽ നിന്നുമുണ്ടായ ഈ ഉറപ്പുകൾ ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ധൈര്യം ജനിപ്പിച്ചു. ലക്ഷ്മണൻ ആദരപൂർവ്വം കൈകൾ കൂപ്പിപ്പറഞ്ഞു, മാതാവേ, എനിക്കെന്തു ചെയ്യാൻ കഴിയും? എനിക്ക് ജ്യേഷ്ഠന്റെ കൽപ്പന നടപ്പിൽ വരുത്താതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അണുപോലും അതിൽ നിന്നും വ്യതിചലിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഏറ്റവും നിന്ദ്യനായ മഹാദ്രോഹിയാണ് ഞാൻ. അങ്ങനെ ഈ കൊടുങ്കാട്ടിൽ വിട്ടിട്ട് മടങ്ങിച്ചെല്ലാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞശേഷം അദ്ദേഹം തേർ മടക്കി തെളിച്ചു. താൻ പിന്നിട്ടിട്ടുള്ള മാർഗ്ഗത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ഉറച്ചിരുന്നു. അദ്ദേഹത്തിന് ദൂരെ നിന്നും സീതയുടെ വിലാപം കേൾക്കാമായിരുന്നു. ലക്ഷ്മണ, ഇവിടെ എന്നെ ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ടു നീ പോകാണോ? ഇവിടെ എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഒരു സാധാരണ സ്ത്രീയെപ്പോലെ സീത അലമുറയിട്ടു. അവരുടെ കരച്ചിൽ ലക്ഷ്മണന്റെ ശ്രോത്രപുടങ്ങളിൽ തുളച്ചുകയറി. പക്ഷേ രാമന്റെ കൽപ്പന അനുസരിക്കുകയെന്ന തന്റെ കടമയോർത്ത് അദ്ദേഹം ഹൃദയം പാറപോലെ കഠിനമാക്കി. അതിവേഗം തേരോടിച്ചു. സീത ഭയത്താലും നിരാശയാലും ബോധരഹിതയായി. ഇതെല്ലാം സംശയരഹിതമായും അഭിനയതന്നെയായിരുന്നു. അല്പസമയത്തിനുശേഷം ദേവിക്ക് ബോധം വന്നു. അവർ എഴുന്നേറ്റിരുന്നു. അവരുടെ സങ്കടം വാക്കൂപത്തിൽ പ്രവഹിച്ചു. അല്ലയോ രാമചന്ദ്ര, ജനനം മുതൽ എന്റെ ജീവിതം ദുഃഖപൂർണമാണ്. മഹാകഷ്ടം. ദുഃഖം എത്ര ശക്തിയായി എന്നെ ആക്രമിട്ടും ജീവൻ എന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. വിധിയെ പഴിച്ചുകൊണ്ട് അവർ വളരെ നേരം വിലപിച്ചു. ആ ഘട്ടത്തിൽ വാത്മീകി മഹർഷി ഗംഗാസ്നാനവും കഴിഞ്ഞ് ആ കാട്ടിൽ കൂടി തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങിവരികയായിരുന്നു. സീതയുടെ വാക്കുകൾ മഹർഷിയുടെ കാതുകളിൽ പതിച്ചു. ആ വനാന്തരത്തിൽ സഹായമഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ ദയനീയസ്വരം കേട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ശബ്ദമുണ്ടായ സ്ഥലത്തേക്ക് മഹർഷി ചെന്നു. അവിടെയെല്ലാം അന്വേഷിച്ച് ഒടുവിൽ സീതയുടെ മുമ്പിലെത്തി. സീതയ്ക്ക് വാത്മീകി മഹർഷിയെ മനസ്സിലായി. സംഭവങ്ങളെല്ലാം സീത അദ്ദേഹത്തോട് പറഞ്ഞു. ഓ മഹാമുനെ, ഞാൻ ജനകചക്രവർത്തിയുടെ മകളാണ്. ശ്രീരാമചന്ദ്രന്റെ പത്നിയുമാണ്. ലോകം മുഴുവനും ഇത്രയും, പക്ഷേ അദ്ദേഹം എന്തുകാരണമാണ് എന്നെ പരിത്യജിച്ച് ഇങ്ങനെ കാട്ടിലേക്ക് തള്ളിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിധികൽപ്പിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ?
മഹർഷി സത്തമ. ലക്ഷ്മണൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോയി. എന്തിനാണിത് ചെയ്തതെന്ന് അവൻ എന്നോട് പറഞ്ഞില്ല. വാത്മീകി അവരുടെ കഥനത്തിന്റെ കഥ ശ്രദ്ധിച്ചു. അദ്ദേഹം സീതയെ സമാശ്വസിപ്പിച്ചു. മകളെ, നിന്റെ അച്ഛൻ മിഥിലാചക്രവർത്തിയായ ജനകൻ എന്റെ സ്നേഹിതനാണ്. എന്റെ ശിഷ്യനുമാണദ്ദേഹം. ആ രാജാവിന് എന്നിൽ ഭക്തിയും ബഹുമാനവുമുണ്ട്. പ്രിയപുത്രി, വ്യസനിക്കേണ്ട. എന്റെ ആശ്രമം നിന്റെ പിതൃഗൃഹമാണെന്ന് ധരിച്ചോളൂ. നിനക്കെല്ലാം ശുഭമാകും. നീ തീർച്ചയായും രാമനുമായി വീണ്ടും ചേരും. നിന്റെ ആ ആഗ്രഹം സാധിക്കും. സീതയെ തന്റെ പുത്രിയായി സ്വീകരിച്ചുകൊണ്ട് മഹർഷി അവരോട് ഗംഗാസ്നാനം ചെയ്തുവരാൻ നിർദ്ദേശിച്ചു. കുളിച്ച് ശുദ്ധയായി അവർ വാത്മീകിയുടെ മുമ്പിൽ നമസ്കരിച്ചു. മഹർഷി വാത്സല്യപൂർണമായ ഉറപ്പുകൾ നൽകിക്കൊണ്ട് അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫലമൂലങ്ങൾ നൽകി. അല്പം കഴിക്കാൻ നിർബന്ധിച്ചു. ആ മഹാനായ ഗുരുഭൂതന്റെ അഭ്യർത്ഥന തള്ളിക്കളയാൻ ദേവിക്ക് കഴിഞ്ഞില്ല. അതിൽ പിന്നെ അവർ രാമനെയും അദ്ദേഹത്തിന്റെ പ്രഭാവത്തെയും പറ്റി നിരന്തരം ധ്യാനിച്ചു. ആ ആധ്യാത്മിക കുടുംബത്തിന്റെ ഭരണത്തെയും നടത്തിപ്പിനെയും സംബന്ധിച്ച ജോലികളിൽ മഹർഷിയോടും ശിഷ്യന്മാരോടും വിദ്യാർത്ഥികളോടൊപ്പം സമാധാനപൂർവ്വം പങ്കുകൊണ്ട് സീത ആശ്രമത്തിൽ ദിവസങ്ങൾ കഴിച്ചു. ആശ്രമനിവാസികളും വാത്മീകിയും രസകരവും അത്ഭുതകരവുമായ കഥകൾ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു. സീതയെ സന്തോഷിപ്പിക്കുകയും ഫലിതരസപൂർണമായ ഉപാഖ്യാനങ്ങളെയും സംഭവങ്ങളെയും വിവരിച്ച് രസിപ്പിക്കുകയും ചെയ്തു. സങ്കടം കൊണ്ട് വീർത്ത കണ്ണുകളും ഭാരമുള്ള ഹൃദയവുമായി ലക്ഷ്മണൻ നഗരത്തെത്തി. ഈ ദുഃഖകഥ അദ്ദേഹം മുൻ അമ്മമാരെയും പറഞ്ഞറിയിച്ചു. ആശ്വസിപ്പിക്കാനാവാത്ത സങ്കടം അവർക്കുണ്ടായി. സീതയ്ക്ക് നേരിട്ട ഈ വിപത്തിൽ അവർ വിലപിച്ചു. അവർ സീതയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിച്ചു. അത്രയും വിശിഷ്ടമായ സീതയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിച്ചു.